വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. +1 ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു റാപ്പിഡ് റിവിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ പറയട്ടെ, 199 രൂപയ്ക്ക് നമ്മുടെ ക്രിസ്മസ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഹായ് +1 ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സോ ഈ ഒരു ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് നമുക്ക് നോക്കാം. ഫോംസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്സ് രണ്ട് രീതിയിലാണുള്ളത്. നോൺ കോർപ്പറേറ്റ് അല്ലാത്ത നോൺ കോർപ്പറേറ്റ് ആയിട്ടുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. കോർപ്പറേറ്റ് ഫോമിലുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും. ഓരോന്നായിട്ട് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മെറിറ്റ് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സോൾ എന്നാൽ ഒരാളെന്നാണ് അർത്ഥം. ഒരു ഓണറാണ് ഇവിടെ ഉള്ളൂ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ. ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അയാൾ തന്നെയാണ്. അതാണ് ഇതിന്റെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം, ആരെയും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്തേത് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ, എല്ലാ കാര്യങ്ങളും അയാൾ തന്നെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് അവിടെ രഹസ്യ സ്വഭാവമായിരിക്കും ഉണ്ടാകുക. എല്ലാം സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, വേറെ ആരിലേക്കും അങ്ങനെ സ്പ്രെഡായി പോവില്ല. ദെൻ ഡയറക്റ്റ് ഇൻസെൻറ്റീവ് ആണ്, അല്ലെ കിട്ടുന്ന പ്രോഫിറ്റ് ആർക്കും വീതിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് അയാൾക്ക് തന്നെ എടുക്കാം. ദെൻ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ആണ്, വേറെ ആരുടെയും കീഴിൽ നിന്നല്ല ജോലി ചെയ്യുന്നത്, അയാൾക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അയാൾക്ക് കിട്ടും. ദെൻ ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, വളരെ ചെറിയ ലീഗൽ ഫോർമാലിറ്റീസ് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ഫോം ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും സാധിക്കും. പക്ഷെ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ്? ലിമിറ്റഡ് റിസോഴ്സസ്, ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മൂലധനം, ക്യാപിറ്റൽ എന്നാൽ മൂലധനം, അതെന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയുള്ള ബിസിനസ് ചെറുതായിരിക്കും, കാരണം പൈസയുടെ കുറവാണ്, ചെറുതായിരിക്കും. പിന്നെ ലിമിറ്റഡ് ലൈഫേ ഉള്ളൂ, കാരണം ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റെടുത്ത് നടത്താനൊന്നും വേറെ ആൾക്ക് പറ്റില്ല. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ലാത്തത് കൊണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സും അതോടുകൂടി അടച്ചു പൊട്ടിപ്പോകും. ദെൻ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളത്, എന്തെങ്കിലും കടം തേർഡ് പാർട്ടീസുമായിട്ട് കടമുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ കാറ്, വീട്, അങ്ങനെ അയാളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാം വിറ്റാണെങ്കിൽ ആ കടം വീട്ടേണ്ടി വരും. കമ്പനിക്ക് അങ്ങനെയില്ല, പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് അങ്ങനെയുണ്ട്. പിന്നെ ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി, ഒരാൾ തന്നെ എല്ലാ കാര്യം മാനേജ് ചെയ്യണോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജറിയൽ എബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും, എല്ലാവർക്കും ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാകില്ല. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ദെൻ അടുത്തതാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമായിട്ട് കാണാൻ പറ്റുന്ന ഓൾഡ് സിസ്റ്റം ഓഫ് ബിസിനസ് ആണ്. ഇവിടെ ബിസിനസ് ഓൺ ചെയ്യുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു 3 ജനറേഷൻ വരെ എന്താകും, അതിൽ ആ ഒരു ബിസിനസ്സിലെ മെമ്പേഴ്സായിട്ട് മാറും. ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഫാമിലിയിലെ ഏറ്റവും എൽഡസ്റ്റ് മൂത്ത ആളാണ്, അയാളെ കർത്ത എന്ന് പറയും. ബാക്കി എല്ലാ മെമ്പേഴ്സിനെയും കോ പാഴ്സണേഴ്സ് എന്നാണ് പറയുക. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് നോക്കാം. കൺട്രോളിങ് എഫക്റ്റീവാണ്, കാരണം മൂത്ത കാരണവരാണ് തീരുമാനം എടുക്കുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ ആളുകൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ്, ആ കർത്ത മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത മൂത്ത ആളാരാണോ അയാളാണ് കർത്തയുടെ പൊസിഷൻ ഏറ്റെടുക്കുക, അതുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, കർത്തയുടെ മാത്രം ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡും ബാക്കി കോപ്പാഴ്സണേഴ്സിൻ്റെതെല്ലാം ലിമിറ്റഡും ആയിരിക്കും. ദെൻ ഒരു ഫാമിലിയിൽ തന്നെ ബിസിനസ് ആയതുകൊണ്ട് ബിസിനസ്സിന് ആളുകൾ അത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കും, അവിടെ ഒരു വിശ്വാസവും ഒരു സഹകരണവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി, അവരുടെ ആ ഒരു മുൻ തലമുറയുടെയൊക്കെ പ്രോപ്പർട്ടി, അതാണ് ഇവർ ക്യാപിറ്റലായിട്ട് എടുക്കുന്നത്. ചിലപ്പോൾ ചിലവരുടെ സമ്പത്ത് വളരെ കുറവൊക്കെ ആയിരിക്കും, അങ്ങനെ പ്രശ്നങ്ങൾ വരും. ദെൻ കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദെൻ ഡൊമിനൻസ് ഓഫ് കർത്തയായിരിക്കും തീരുമാനം എടുക്കുന്നത്, അപ്പോൾ വേറെ ആരെയും എന്ത് ചെയ്യില്ല, ആരുടെയും തീരുമാനങ്ങൾക്ക് അയാൾ ചെവി കൊള്ളണം എന്നില്ല. കർത്തയുടെ ഒരു ഡോമിനൻസ് അവിടെ കാണാൻ സാധിക്കും. പിന്നെ കുടുംബത്തിൽ മൂത്ത ആളാണ് കരുതിയിട്ട് അയാൾ മാനേജ്മെൻറ്റ് ഏരിയയിൽ എക്സ്പേർട്ട് ആകണം എന്നൊന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ദെൻ അടുത്തതാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും മറ്റുള്ള എല്ലാത്തിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പാർട്ട്ണർഷിപ്പ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ആളുകൾ ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുകയും അതിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വീതിക്കാൻ വേണ്ടിയിട്ട് അവർ എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് പറഞ്ഞാൽ
ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ആണ്, ഫോർമാലിറ്റീസ് കുറവാണ്, എത്രയും വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. ദെൻ അവിടെ ഒന്നിലധികം ആളുണ്ട്, പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദെൻ ഒത്തിരി ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാപിറ്റൽ അവർക്ക് സ്വരൂപിക്കാൻ സാധിക്കും. റിസ്ക്കും എല്ലാ കാര്യങ്ങളും പാർട്ട്നേഴ്സ് തമ്മിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ദെൻ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സും റിപ്പോർട്ട്സും ഒന്നും പബ്ലിഷ് ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് അവിടെയും ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പാർട്ട്ണർഷിപ്പിനും ലിമിറ്റേഷൻ ഉണ്ട്. ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. കടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വരെ വിറ്റ് ആ കടം വീട്ടേണ്ടി വരും. ദെൻ ലിമിറ്റഡ് റിസോഴ്സാണ്. വലിയ സ്കെയിലിൽ ലാർജ് സ്കെയിലിൽ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, ക്യാപിറ്റൽ കുറവായതുകൊണ്ട് തന്നെ. പിന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസഗ്രിമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്, പ്രശ്നങ്ങൾ വരും. പിന്നെ ഇതിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂറ്റി ഇല്ല, ബിസിനസ് അവിടെ വെച്ച് മുറിഞ്ഞു പോകാം. പിന്നെ ഗവൺമെൻറ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പബ്ലിക്കിന് ഇവരിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പറയുകയാണെങ്കിൽ ക്യാപിറ്റലും ബിസിനസ്സിലേക്ക് കൊണ്ടുവരും, ഡേ ടു ഡേ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുകയും ചെയ്യുന്ന ആളാണ് ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ. ക്യാപിറ്റൽ കൊണ്ടുവരും, അയാൾക്ക് പ്രോഫിറ്റും ലോസൊക്കെ എന്താണോ അയാൾ എടുക്കും, പക്ഷേ ബിസിനസ്സിൽ അയാൾക്ക് വലിയ ആക്റ്റീവ് റോൾ ഇല്ല. അതാണ് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെന്റ് പാർട്ട്ണർ. ഇനി സീക്രട്ട് പാർട്ട്ണർ ഉണ്ട്. ഇങ്ങനെ ഒരു പാർട്ട്ണർ ഈ ഒരു ഫേമിൽ ഉണ്ട് എന്നുള്ളത് പബ്ലിക്കിന് അറിയില്ലായിരിക്കും. പക്ഷെ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അയാൾക്ക് ബാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ അയാൾ സീക്രട്ടായിട്ട് തന്നെ നിൽക്കും. ദെൻ നോമിനൽ പാർട്ട്ണർ, അയാൾ ചിലപ്പോൾ നല്ല റെപ്യൂട്ടേഷനൊക്കെ ഉള്ള ഒരാളായിരിക്കും. അയാളുടെ പേര് പാർട്ട്ണറാക്കി വെച്ചോളാൻ പറഞ്ഞ് അയാൾ സമ്മതിക്കുന്നതായിരിക്കും. അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, പ്രോഫിറ്റും അയാൾക്ക് കിട്ടില്ല, ജസ്റ്റ് അയാളുടെ പേര് യൂസ് ചെയ്യാൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കൊടുക്കും. പക്ഷേ മറ്റുള്ള ആളുകളോട് ഇയാൾ ലയബിൾ ആയിരിക്കും. ദെൻ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, ഒരാളുടെ വാക്കുകളും ആക്ഷനുകളും ഒക്കെ കണ്ടുകൊണ്ട് ആളുകൾക്ക് തോന്നാണ് ഇയാൾ ഇവിടുത്തെ പാർട്ട്ണർ ആണ് എന്ന് തോന്നിക്കും വിധത്തിൽ അയാൾ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. അപ്പോൾ അയാൾക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാകാം. ദെൻ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, മറ്റുള്ള ആളുകൾ കരുതാണ് പാർട്ട്ണറാണ്, ഇന്നൊരാൾ പാർട്ട്ണർ ആണെന്ന് കരുതാണ്, അല്ലെ അങ്ങനെ കരുതുന്നു, ഞാൻ അങ്ങനെ ഒരു പാർട്ട്ണർ അല്ല എന്ന് അയാൾ ഡിനൈ ചെയ്യുന്നുമില്ല. അയാൾക്ക് അറിയാതെ ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ അല്ലാന്ന് പറയുന്നുമില്ലെങ്കിൽ അയാളാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇയാൾ ആക്ച്വൽ പാർട്ട്ണർ അല്ലെങ്കിൽ പോലും ഈ തേർഡ് പാർട്ടീസിനോട് കടങ്ങൾക്ക് അയാൾക്ക് ബാധ്യത ഉണ്ടാകും. അടുത്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളണ്ടറി അസോസിയേഷൻ ആണ്. ആളുകളുടെ ഇഷ്ടത്താൽ ഒന്നിക്കുന്നതാണ്, സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പരസ്പരം സഹായിക്കുക അല്ലെങ്കിൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ ഒരു മോട്ടോ എന്ന് പറയുന്നതിന്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിന്. ഇതിൻ്റെ മെറിറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ്, എന്തുമാത്രം ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ലിമിറ്റഡ് ലയബിലിറ്റി ആണുള്ളൂ, സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ആണ്, അതിൽ ആളുകൾ മരിച്ചോ എന്നൊന്നും കരുതിയിട്ട് ബിസിനസ് ഇല്ലാതെയായിട്ട് പോകുന്നില്ല. ദെൻ എക്കോണമി ആൻഡ് ഓപ്പറേഷൻ, ഇവർ കൂടുതലും ഇടനിലക്കാരെ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കോസ്റ്റ് എപ്പോഴും ചിലവ് കുറവായിരിക്കും. ദെൻ ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പലതരത്തിലുള്ള സപ്പോർട്ടുകൾ കിട്ടും, ഗ്രാൻഡ് കിട്ടും, സബ്സിഡി കിട്ടും, ലോ ടാക്സ് ആയിരിക്കും, അങ്ങനെ ഒരുപാട് കിട്ടുന്നുണ്ട്. ദെൻ ഇത് ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. ദെൻ ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും 1 man 1 vote ആയതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, റിസോഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. ദെൻ ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ഓഫീസേഴ്സിനെ നമ്മൾ നിർത്തുന്ന മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവർ കോമ്പറ്റൻ്റ് ആണെന്നില്ല, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിലേക്ക് അത് നയിക്കും. ബിസിനസ് സീക്രസി ഇല്ല, കാരണം ഇതെല്ലാം ജനറൽ ബോഡിയിലെല്ലാം ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ ഗവൺമെൻറ് ഒരുപാട് കൺട്രോൾ അവിടെ ഉണ്ടാകും. ആളുകൾ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും, അത് പിന്നീട് ഓർഗനൈസേഷനെ ബാധിക്കും. ലാസ്റ്റ് വണ്ണാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും എല്ലാം ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ്. ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. മെറിറ്റ്സ് നോക്കാം, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിൻ്റെതനുസരിച്ചിട്ട്, അൺപെയ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അനുസരിച്ചിട്ട് അവർക്ക് ബാധ്യത ഉണ്ടാവുള്ളൂ. ട്രാൻസ്ഫർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ ഓണേഴ്സ് മെമ്പേഴ്സ് മരിച്ചു എന്ന് കരുതി കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും, അതാണ് പെർപെക്ച്വൽ എക്സിസ്റ്റൻസ്. ദെൻ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഒരുപാട് ക്യാപിറ്റൽ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അതിലൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആയിരിക്കും കമ്പനിക്ക് ഉണ്ടാകുക.
ഇതിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞാൽ ഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരുപാട് കോംപ്ലക്സ് ഫോർമാലിറ്റി ഉണ്ട്. സീക്രസി ഒന്നുമില്ല, കാരണം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ മുമ്പാകെ ഗവൺമെൻറ് മുമ്പാകെ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ അക്കൗണ്ട്സ് റിപ്പോർട്ട്സ് ഒക്കെ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെൻറ്റ്, വലിയൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എംപ്ലോയീസും കസ്റ്റമേഴ്സും ആയിട്ട് ഇങ്ങനെ ഡേ ടു ഡേ കോൺടാക്റ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, ഓഡിറ്റ്, റിപ്പോർട്ടിങ്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ ഒത്തിരി റെഗുലേഷൻസ് ഉണ്ട്. തീരുമാനങ്ങളൊക്കെ വളരെ ഡിലേ ആയിട്ട് എടുക്കുകയുള്ളൂ, കാരണം ഡയറക്ടേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സമ്മതം കിട്ടണം. ഒളിഗാർക്കിക് മാനേജ്മെൻ്റ് ആണ്, വളരെ കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ദെൻ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ പബ്ലിക് കമ്പനിയിൽ മിനിമം 7 പ്രൈവറ്റിൽ 2, പബ്ലിക്കിന് മാക്സിമം അൺലിമിറ്റഡ് ആണ്, പ്രൈവറ്റിന് 200 ആണ് മെമ്പേഴ്സ് വരുന്നത്. ദെൻ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം പബ്ലിക്കിന് 3 പ്രൈവറ്റിന് 2 ആണ്. ദെൻ ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് കീപ്പ് ചെയ്യാൻ പബ്ലിക് കമ്പനിക്ക് നിർബന്ധമാണ്, പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പബ്ലിക് കമ്പനിക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഇല്ല, ബട്ട് പ്രൈവറ്റ് കമ്പനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. ദെൻ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ്. ലാസ്റ്റത്തേതാണ്, ഒരു ബിസിനസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് ഏതായിരിക്കണം എന്ന് അതിന് വേണ്ട ഫാക്ടേഴ്സ്, നമ്മളത് നടത്താനുള്ള കോസ്റ്റ് ആൻഡ് ഈസ്, ചിലവും അതുപോലെ തന്നെ അതിന് ഈസി, വളരെ ലീഗൽ ഫോർമാലിറ്റീസ് കുറവുള്ളതും കൂടുതലുള്ളതും ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. ദെൻ ലയബിലിറ്റി നോക്കണം, ബാധ്യത കുറവാണോ ആഗ്രഹിക്കുന്നത്, ബാധ്യത കൂടിയ കുഴപ്പമില്ലേ, അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ നോക്കും. കണ്ടിന്യൂറ്റി നോക്കണം, ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂറ്റി ഇല്ല, ബിസിനസ് പാർട്ട്ണർ അയാൾ മരിച്ചു കഴിഞ്ഞാൽ, മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഇല്ലാതെയാകും. അതേസമയം കമ്പനിയൊക്കെ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകും. മാനേജറിയൽ എബിലിറ്റി നോക്കണം അല്ലേ, സോൾ പ്രൊപ്രൈറ്ററിനാകുമ്പോൾ എല്ലാം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരുമ്പോൾ കമ്പനിയിലാകുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കും. ദെൻ വലിയൊരു ഫോം ഓഫ് ബിസിനസ് ആണെങ്കിൽ കമ്പനിയാണ് ഏറ്റവും നല്ലത്, ചെറുതാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് നല്ലത്. കൺട്രോൾ ഒരുപാട് പേരിലേക്ക് പോകരുത് എങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തന്നെയാണ് നല്ലത്. പിന്നെ നേച്ചർ ഓഫ് ബിസിനസ്, ലാർജ് ബിസിനസ് യൂണിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ അറ്റൻഷൻ ഒന്നും വേണ്ട, അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ കമ്പനി ഫോം തന്നെയാണ് നല്ലത്. ഇതൊക്കെയാണ് ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സോ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു 1 ഷോട്ട് റിവിഷൻ നമ്മുടെ ഇത് കഴിഞ്ഞു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്